കായംകുളം എം.എൽ.എ. യു പ്രതിഭയുടെ മകനെതിരായ കഞ്ചാവ് കേസിനെ നിസ്സാരവൽക്കരിച്ച് വിവാദ പരാമർശവുമായി മന്ത്രി സജി ചെറിയാൻ. പുകവലിക്കുന്നത് മഹാ അപരാധമാണോ എന്നാണ് യു പ്രതിഭയെ വേദിയിലിരുത്തി മന്ത്രിയുടെ ചോദ്യം. താനും വല്ലപ്പോഴും പുകവലിക്കുന്ന ആളാണെന്നും ഒരു കെട്ട് ബീഡി വലിക്കുന്ന ആളാണ് എം.ടി. വാസുദേവൻ നായരെന്നുമാണ് മന്ത്രിയുടെ വിചിത്രവാദം. ഇത്തരം ഒരു സാഹചര്യത്തിൽ അത് നിർത്തണമെന്നാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയൊക്കെയുള്ളത് നിർത്തണം, അതിന് യാതൊരു പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല. പക്ഷേ ചെയ്യേണ്ട രീതി ഇതായിരുന്നു. അവരെ ഉപദേശിക്കുകയും തെറ്റുതിരുത്താണ് അവസരം കൊടുക്കുകയും ചെയ്യേണ്ട രീതിയിൽ പോകാതെ കേസെടുത്തു. കേസ് എടുക്കുമ്പോൾ ഒരു ഭാഗത്ത് കേസെടുത്തു, ആയിക്കോട്ടെ. അവരെ ടാർഗറ്റ് ചെയ്യുക. നിങ്ങളുടെ ചില മാധ്യമം എല്ലാവരും ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല. എത്ര ആക്ഷേപഹാസ്യമായിട്ടാണ് ഈ നവമാധ്യമങ്ങളും നിങ്ങൾ ചില മാധ്യമങ്ങളും കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വേട്ടയാടുന്നത്. പ്രായപൂർത്തിയായ ഒരു കുട്ടിയെ തെറ്റ് ചെയ്തു, അല്ലെ 18 വയസ്സ് കഴിഞ്ഞൊരു കുട്ടിയെ തെറ്റിൽ പോയി വീണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ അവരെ ഉപദേശിക്കാൻ നമുക്ക് പറ്റും. നിയമപരമായി എന്തെങ്കിലും തെറ്റ് അതിനകത്തുണ്ടെങ്കിൽ അവരുടെ പേര് കേസെടുക്കട്ടെ. വിവാദമായതോടുകൂടിയാണ് മന്ത്രിയുടെ ഈ വിശദീകരണം വന്നത്. ഉദ്ദേശിച്ചത് ലഹരിയെ പ്രോത്സാഹിപ്പിക്കാനല്ലെന്നാണ് മന്ത്രി സജി ചെറിയാൻ പറയുന്നത്. ഏതായാലും മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. മനീഷ്, സൈബറിടത്തിലൊക്കെ ആളുകളൊക്കെ ന്യായീകരിച്ച് കുടുങ്ങി വലഞ്ഞു നിൽക്കുന്ന സമയത്താണ് മന്ത്രി പുതിയ വിവാദത്തിലേക്ക് ഈ പ്രതികരണം കൊണ്ടുവന്നെത്തിക്കുന്നത്. എന്താണ് മന്ത്രിയുടെ വാക്കുകൾ, എന്തായിരുന്നു, ഒപ്പം ഇപ്പോഴത്തെ വിശദീകരണം എന്താണ്? ഗോകുൽ, പി വാസുദേവൻ പിള്ള അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചായിരുന്നു വിവാദ പരാമർശം മന്ത്രി സജി ചെറിയാൻ നടത്തിയത്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ മന്ത്രിയുടെ ഈ പരാമർശത്തിൽ നിന്ന് വിവിധ തരത്തിലുള്ള ആക്ഷേപം ഉയർന്നിരുന്നു. പിന്നാലെ കൂടുതൽ വ്യക്തതയുമായി മന്ത്രി രംഗത്തെത്തി. അദ്ദേഹം പറയുന്നത്, ഇങ്ങനെ ഒരു കൂട്ടരുടെ കയ്യിൽ നിന്നും ഇങ്ങനെ പിടികൂടിയത് അതിൽ പ്രത്യേകമായും സാങ്കേതികമായി ഈ മകന്റെ, അതായത് എം.എൽ.എയുടെ മകന്റെ കൈവശം നിന്ന് പിടികൂടിയിട്ടില്ല. ഇങ്ങനൊരു സാഹചര്യത്തിൽ അവരെ ഉപദേശിച്ച് വിടുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. പകരം അവർക്കെതിരെ കേസെടുത്ത് തെറ്റായി പോയി എന്നുള്ള ഒരു വാദം അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ഇത് എക്സൈസ് പരിശോധിക്കണമെന്ന് കൂടി മന്ത്രി ആവശ്യപ്പെടുന്നുണ്ട്. ഒപ്പം തന്നെ താൻ ഇന്നലെ നടത്തിയിട്ടുള്ള പരാമർശങ്ങളിൽ എവിടെയും ലഹരിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലല്ല. താൻ ബീഡി വലിച്ചിട്ടുണ്ട്, അത് താൻ ഇപ്പോഴും പറയും. പക്ഷെ അത് ഇനിയും ആവർത്തിക്കണമെന്നല്ല. എം.ടി. വാസുദേവനെ നേരെ പോലുള്ള ആളുകളും ബീഡി വലിക്കാറുണ്ട്. പക്ഷെ അത് ഇപ്പോഴും ആവർത്തിക്കണമെന്നല്ല. പക്ഷെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ അവരെ ആക്രമിക്കാതെ, സൈബർ ഇടങ്ങളിൽ അവരുടെ മാതാപിതാക്കൾ ഒരു പൊതുപ്രവർത്തകയാണെങ്കിൽ ആ രീതിയിൽ അവരെ ആക്രമിക്കാതെ നല്ല ചെയ്യേണ്ടെന്ന് അദ്ദേഹം പറയുന്നു. ഒപ്പം തന്നെ ഈ ഒരു ഇപ്പൊ നടക്കുന്ന കളികൾ അത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു പ്രതിഭയെ അത് ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള ചില ഗൂഢാലോചനയുടെ ഭാഗമാണ് ഈ ആക്രമണം എന്നുകൂടി മന്ത്രി പറയുന്നുണ്ട്. എന്താണെങ്കിലും ഇത് സംബന്ധിച്ച് മന്ത്രിയും എക്സൈസ് വകുപ്പും തമ്മിൽ രണ്ട് തട്ടിലാണ്, അല്ലെങ്കിൽ പാർട്ടിയിൽ ഇത് സംബന്ധിച്ചൊരു അഭിപ്രായം പറയുന്ന ആദ്യത്തെ നേതാവ് കൂടിയാണ് മന്ത്രി സജി ചെറിയാൻ. തീർച്ചയായും മനീഷ്, ഏതായാലും എക്സൈസ് വകുപ്പിന്റെ നടപടിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സാംസ്കാരിക മന്ത്രി രംഗത്ത് വന്നിരിക്കുന്നത്. ഏതായാലും അത് എന്താണ് അതിലെ നിലപാടിലെ വൈരുദ്ധ്യം എന്നതും ശ്രദ്ധേയമാണ്. ഇപ്പോൾ പറഞ്ഞ് പിന്നീട് വിശദീകരിച്ച് കുടുങ്ങി നിൽക്കുകയാണ് മന്ത്രി.